ഹായ് മക്കളെ, വഴികാട്ടി എന്ന വർക്ക് ബുക്കിലെ പരിസര പഠനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാം. പ്രവർത്തനം 1. മത്സ്യത്തിൻ്റെ ആകൃതി. പാചകം ചെയ്യാനായി മീൻ കഴുകി വൃത്തിയാക്കുകയായിരുന്നു അനൂപിൻ്റെ അമ്മ. അടുക്കളയിലെത്തിയ അനൂപ് അമ്മയോട് ചോദിച്ചു, ഇതെന്താ അമ്മേ മത്സ്യത്തിൻ്റെ ആകൃതി ഇങ്ങനെയായത്? നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ മത്സ്യത്തിൻ്റെ ആകൃതി എന്താണെന്ന് പഠിച്ചു. എന്താകൃതിയാണ്? തോണിയുടെ ആകൃതിയാണല്ലേ. അപ്പോൾ അതുപോലെ മത്സ്യത്തിൻ്റെ മറ്റ് എന്തൊക്കെ ശാരീരിക സവിശേഷതകളാണ് അതിന് ജലത്തിൽ ജീവിക്കാൻ സഹായകമായതെന്നും പഠിച്ചു. അപ്പോൾ അമ്മ നൽകിയ മറുപടി നമുക്ക് നോക്കാം. അമ്മ നൽകിയ മറുപടി എഴുതുക. ഒരെണ്ണം തന്നിട്ടുണ്ട്. എന്താണ്? മത്സ്യത്തിന് തോണിയുടെ ആകൃതിയാണ്. ബാക്കിയുള്ള പ്രത്യേകതകൾ നമ്മളിവിടെ എഴുതി ചേർക്കുകയാണ് വേണ്ടത്. എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, ചിറകുകൾ വെള്ളത്തിൽ തുഴയാൻ സഹായിക്കുന്നു. അതിൻ്റെ രണ്ട് വശത്തും ചിറകുകളുണ്ട് അല്ലേ? അത് വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നു. വാൽ ചിറകുകൾ ദിശ മാറി സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നു. ചെകിളപ്പൂക്കളുടെ സഹായത്തോടെ ശ്വസിക്കുന്നു. ഗിൽസ് ആണ് ചെകിളപ്പൂക്കൾ. ഓക്കെ. വഴുവഴുപ്പുള്ള ശരീരം വെള്ളത്തിൽ തെന്നി നീങ്ങുന്നതിന് സഹായിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് മീനിൻ്റെ പ്രത്യേകതയായിട്ട് എഴുതിയിരിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് എഴുതി ചേർക്കാം. പ്രവർത്തനം 2. ജീവികളും സവിശേഷതകളും. ഒരു ജലജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായകമായ സവിശേഷതകളുണ്ട്. ചിത്രത്തിലെ ജീവികളുടെ വാസസ്ഥലത്തിന് അനുയോജ്യമായ സവിശേഷതകൾ എഴുതുക. അവസാന കോളത്തിൽ ഒരു ജീവിയുടെ ചിത്രം വരച്ച് സവിശേഷതകൾ എഴുതണേ. നോക്കൂ, ഏതൊക്കെ ജീവിയാണ് തന്നിരിക്കുന്നത്? ആമ, തവള, താറാവ്, പാമ്പ് അല്ലെങ്കിൽ സ്നേക്ക്. പിന്നെ ഒരെണ്ണം നമ്മൾ കണ്ടെത്തി എഴുതണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചിത്രങ്ങൾക്ക് നിറം നൽകുക. നമുക്ക് ആദ്യം ആമയുടെ ശാരീരിക സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വഴുവഴുപ്പുള്ള ശരീരം, തുഴ പോലുള്ള പാദങ്ങൾ, കൂടുതൽ സമയം ശ്വസിക്കാതെ വെള്ളത്തിൽ ജീവിക്കാൻ കഴിയും. അടുത്തത് തവള. വഴുവഴുപ്പുള്ള ശരീരം, തുഴ പോലുള്ള കാലുകൾ. തവള വെള്ളത്തിലായിരിക്കുമ്പോൾ ചർമ്മത്തിലൂടെയും കരയിലായിരിക്കുമ്പോൾ മൂക്കിലൂടെയും ശ്വസിക്കുന്നു. അടുത്തത് താറാവ്. എണ്ണമയമുള്ള തൂവലുകൾ, പരന്ന കൊക്കുകൾ, ചർമ്മബന്ധിതമായ കാലുകൾ. അടുത്തത് സ്നേക്ക്. വഴക്കമുള്ള ശരീരം, വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നു. ഉടലിലുള്ള ചൽക്കങ്ങൾ കരയിൽ നീന്താൻ സഹായിക്കുന്നു. ഇനി ഒരെണ്ണം ചേർത്തിരിക്കുന്നത് പരുന്താണ്. പരുന്തിൻ്റെ പ്രത്യേകതകൾ: വളഞ്ഞു കൂർത്ത കൊക്കുകൾ, വളഞ്ഞു കൂർത്ത നഖങ്ങൾ, നല്ല കാഴ്ചശക്തി. അപ്പോൾ ഈ ജീവികളുടെ സവിശേഷതകൾ എഴുതിയതിനു ശേഷം ചിത്രങ്ങൾക്ക് നിറം നൽകുകയും വേണം. അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 3. പരിസ്ഥിതി സംരക്ഷണം. നമ്മുടെ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നതിന് ധാരാളം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. വീട്ടിലും നാട്ടിലും വിദ്യാലയത്തിലും നടപ്പാക്കിയ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്കറിയാവുന്നവ എഴുതുക. 2 എണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. സുഭിക്ഷ കേരളം പദ്ധതി, വിഷരഹിത പച്ചക്കറി ഉൽപാദനം. മറ്റെന്തൊക്കെ നിങ്ങൾക്കറിയാം? നമുക്കറിയാം, പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനായി ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിലും നമ്മുടെ പരിസര പ്രദേശങ്ങളിലും ഒക്കെ നടക്കുന്നുണ്ട്. സ്കൂളിൽ നടക്കുന്ന ഒരു പദ്ധതിയാണ് ജൈവ വൈവിധ്യ ഉദ്യാനം. എല്ലാവരുടെയും സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം, അതായത് ധാരാളം സസ്യങ്ങളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നു. അതിനകത്ത് ഒരു കുളം ഉണ്ടാകും. ധാരാളം പൂമ്പാറ്റകളും അതുപോലുള്ള തേനീച്ച, അങ്ങനെയുള്ള ധാരാളം ജീവികളെ ആകർഷിക്കുവാൻ ഇത് സഹായിക്കും. അതുപോലെ ഹരിതസേന എന്നൊരു പദ്ധതി നമ്മൾ നടപ്പാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും സ്കൂളിൽ നിന്ന് പച്ചക്കറിയുടെ ഒരു കവർ കിട്ടിയായിരുന്നു അല്ലേ? എന്തുമായിരുന്നു ആ പദ്ധതി? ഓണത്തിന് ഒരു മുറം പച്ചക്കറി. അതുപോലെ എൻ്റെ മരം എന്നൊരു പദ്ധതിയുണ്ട്. നമ്മുടെ വീട്ടിൽ ഒരു വൃക്ഷത്തൈ നടുക, അതിൻ്റെ ഘട്ടം ഘട്ടമായുള്ള പുരോഗതി രേഖപ്പെടുത്തുക, ഒരു ബുക്കിൽ രേഖപ്പെടുത്തി വെക്കുക എന്നതാണ് എൻ്റെ മരം പദ്ധതി. ഓക്കെ. ഇനി മറ്റെന്തെങ്കിലും അറിയാമെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. അടുത്തത് നോക്കാം. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന 3-4 പ്ലക്കാർഡുകൾ തയ്യാറാക്കുക. ഇവിടെ 2-3 പ്ലക്കാർഡുകൾ കാണിക്കാം. നിങ്ങൾ മറ്റ് പ്ലക്കാർഡുകൾ കൂടി തയ്യാറാക്കുക. നോക്കൂ, 4 പ്ലക്കാർഡുകൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ സന്ദേശം എന്താണ് എഴുതിയിരിക്കുന്നത്? ഗോ ഗ്രീൻ, സേവ് എൻവയോൺമെൻറ്റ്. അടുത്തത് നോക്കൂ, സേവ് വാട്ടർ, സേവ് ലൈഫ്. വെള്ളം നമുക്ക് അത്യാവശ്യമാണല്ലേ, അത് പാഴാക്കരുതെന്ന് നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന കാര്യമാണ്.
അടുത്തത് നോക്കൂ, സേവ് എർത്ത്, സേവ് ട്രീസ്. എർത്തിനെ സംരക്ഷിക്കൂ, ട്രീയെ സംരക്ഷിക്കൂ. ദെൻ സേവ് നേച്ചർ, പ്രകൃതിയെ സംരക്ഷിക്കുക. ഇങ്ങനെയുള്ള ധാരാളം പോസ്റ്ററുകൾ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. പ്രവർത്തനം 4, ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാം. ചുവടെയുള്ള ചിത്രം നോക്കൂ 2 ചിത്രങ്ങളുണ്ട്. ഒന്നാമത്തെ ചിത്രം എന്താണ്? ഒരു JCB ഉപയോഗിച്ച് നിലം അല്ലെങ്കിൽ വയൽ നികത്തുന്ന ഒരു പ്രക്രിയ നടക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ്? വളരെ മനോഹരമായ ഒരു കാടിൻ്റെ ചിത്രമാണ്. അരുവിയുണ്ട്, ഒരു മാനുണ്ട്, ധാരാളം വൃക്ഷങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് നല്ലൊരു ആവാസ വ്യവസ്ഥയാണ്. ധാരാളം ജീവജാലങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനും അവർക്ക് ആവശ്യമായ ആഹാരങ്ങൾ തേടുന്നതിനും ഒക്കെ പറ്റിയ ഒരു അന്തരീക്ഷമാണിതല്ലേ. ബാക്കി നോക്കാം. മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങൾ ആവാസ വ്യവസ്ഥയുടെ നാശത്തിനും നിലനിൽപ്പിനും കാരണമാകുന്നുണ്ട്. ചിത്രങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. എങ്ങനെയാണ് കുറിപ്പ് തയ്യാറാക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. ചിത്രങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഒന്നാമത്തെ ചിത്രത്തിൽ JCB ഉപയോഗിച്ച് വയൽ നികത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. രണ്ടാമത്തെ ചിത്രത്തിൽ ശാന്തവും സുന്ദരവുമായ വനത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആദ്യത്തെ ചിത്രം നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതും രണ്ടാമത്തെ ചിത്രം നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതുമാണ്. ജനസംഖ്യ കൂടി വന്നതോടെ പാർപ്പിടത്തിനും വ്യവസായത്തിനും വേണ്ടി പരിസ്ഥിതിയിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയായ വയൽ, കാട്, കാവുകൾ ഇവ തകർത്തുകൊണ്ടിരിക്കുകയാണ്. വനനശീകരണം സസ്യങ്ങളുടെയും ജീവികളുടെയും നാശത്തിനും മണൽ വാരൽ ജലക്ഷാമത്തിനും പാടം നികത്തുന്നത് മൂലം കൃഷിനാശം, ജലക്ഷാമം തുടങ്ങിയവയ്ക്കും കാരണമാകുന്നു. നമ്മുടെ പരിസ്ഥിതിയെ തകിടം മറിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ നാം ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ കുറിപ്പിൻ്റെ ഒരു ചെറിയ മാതൃകയാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതാവുന്നതാണ്. അടുത്ത നോക്കൂ, ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന കാര്യങ്ങൾ നോക്കാം. വനനശീകരണം, വയൽ നികത്തൽ, മണൽ വാരൽ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിലും ജലത്തിലും നിക്ഷേപിക്കൽ, കാവുകൾ നശിപ്പിക്കുക, കീടനാശിനിയുടെ അമിതമായ ഉപയോഗം, അണക്കെട്ട് നിർമ്മാണം. ഇതൊക്കെയാണ് നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്നത്. അടുത്ത നോക്കൂ, പരിസ്ഥിതി സംരക്ഷണത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ എഴുതുക. ഇതൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനൊക്കും പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി. പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക, ഔഷധ തോട്ട നിർമ്മാണം, പരിസര ശുചിത്വം, മാലിന്യ സംസ്കരണം, പരിസ്ഥിതി ബോധവൽക്കരണം, പൂന്തോട്ട നിർമ്മാണം, ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ. ഇതെല്ലാം നമുക്ക് പരിസ്ഥിതി സംരക്ഷണത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങളാണ്. പ്രവർത്തനം 5, വേരുപടലങ്ങൾ. നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലും ധാരാളം സസ്യങ്ങളുണ്ടല്ലോ. അവയെ നാം സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടോ? ഇലകൾ, വേരുകൾ, പൂക്കൾ, കായ്കൾ എന്നിവയിലെല്ലാം വ്യത്യസ്തമാണ് ഈ സസ്യങ്ങൾ. വേരുകളുടെ ചിത്രങ്ങളാണ് ചുവടെ. നോക്കൂ, 2 തരം വേരുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വ്യക്തമായി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണല്ലേ. ഇത് ഏത് വേരുപടലമാണ്? ഇത് തായ്വേര് പടലം, ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്. ഇത് നാരുവേര് പടലം. ഇനി നമുക്ക് ചെയ്യേണ്ട പ്രവർത്തനം, നാരുവേര് പടലം, തായ്വേര് പടലം എന്നിവയുള്ള സസ്യങ്ങളുടെ പേരെഴുതുക. ഒരു കോളം തന്നിട്ടുണ്ട്. അതിൽ നാരുവേര് പടലമുള്ള സസ്യങ്ങൾ, തായ്വേര് പടലമുള്ള സസ്യങ്ങൾ, ഇവയുടെ പേരെഴുതാനാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതും തനിയെ ചെയ്യാവുന്നതുമായ പ്രവർത്തനങ്ങളാണ്. എന്നാലും നമുക്കൊന്ന് നോക്കാം. നോക്കൂ, നാരുവേര് പടലമുള്ള സസ്യങ്ങൾ ഏതൊക്കെയാണ്? പന, കവുങ്ങ്, മുത്തങ്ങ, പുല്ല്, തെങ്ങ്, ചോളം, ഗോതമ്പ്, നെല്ല്, മുള. ഇനിയും കൂടുതൽ സസ്യങ്ങളുടെ പേരുകൾ കണ്ടെത്തി എഴുതാൻ നിങ്ങൾക്ക്. തായ്വേര് പടലമുള്ള സസ്യങ്ങൾ മുക്കുറ്റി, റോസ, ആഞ്ഞിലി, ചെമ്പരത്തി, മാവ്, പ്ലാവ്, തേക്ക്, അങ്ങനെ ധാരാളം വൃക്ഷങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതെല്ലാം ഇതിൽ ചേർത്ത് എഴുതുക. പ്രവർത്തനം 6, ഇലകൾ. വേരുകൾക്ക് മാത്രമല്ല, സസ്യങ്ങളുടെ ഇലകൾക്കും വ്യത്യാസമുണ്ട്. ചുവടെയുള്ള ഇല നിരീക്ഷിക്കൂ. ഇലയുടെ ഞരമ്പുകൾ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടോ? ഇവയിലെ സിരകൾ വലക്കണ്ണികൾ പോലെയാണ് കാണുന്നത്. ഇതിന് പറയുന്ന പേരെന്താണ്?
ഇത്തരം ഇല നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ ഇലയ്ക്ക് പറയുന്ന പേരെന്താണ്? ജാലിക സിരാവിന്യാസം, റെട്ടിക്കുലേറ്റ് വെനേഷ്യം. നിങ്ങൾക്കറിയാവുന്ന സസ്യങ്ങളെ സിരാവിന്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടികയാക്കൂ. ഏതൊക്കെ സിരാവിന്യാസമാണുള്ളത്? സമാന്തര സിരാവിന്യാസം, ജാലിക സിരാവിന്യാസം. അപ്പോൾ നോക്കാം, സമാന്തര സിരാവിന്യാസത്തിൽ ഉൾപ്പെട്ട സസ്യങ്ങൾ: പന, കവുങ്ങ്, മുത്തങ്ങ, തെങ്ങ്, ചോളം, ഗോതമ്പ്, നെല്ല്, മുള. ഇതെല്ലാം സമാന്തര സിരാവിന്യാസമുള്ള സസ്യങ്ങളാണ്. ഇനി ജാലിക സിരാവിന്യാസത്തിൽ ഉൾപ്പെട്ട സസ്യങ്ങൾ: മുക്കുറ്റി, റോസ, ആഞ്ഞിലി, ചെമ്പരത്തി, മാവ്, പ്ലാവ്, തേക്ക്. ഇത് നമ്മൾ നേരത്തെ റൂട്ട് സിസ്റ്റത്തിൽ എഴുതിയ സസ്യങ്ങൾ തന്നെയാണ്. അത് തമ്മിലുള്ള ബന്ധവും നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ പരിസര പഠനവുമായി ബന്ധപ്പെട്ട് ഇത്രയും പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമല്ലോ. ഈ ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക.